അപ്പോൾ ആട് 3 കണ്ടു, ഇപ്പോൾ കണ്ടു വന്നേ ഉള്ളൂ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അതായത് ഫസ്റ്റ് ഹാഫ് ആയിരുന്നാലും സെക്കൻഡ് ഹാഫ് ആയിരുന്നാലും പടത്തിൽ അത്യാവശ്യമല്ല, നല്ല തമാശകളുണ്ട്. ചിരിക്കാൻ അല്ലെങ്കിൽ ചിരി വരുന്ന തമാശകൾ തന്നെയാണ് 90% അതിലുള്ളത്. പേഴ്സണലി വർക്കായി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് പോയതേ അറിഞ്ഞില്ല. പെട്ടെന്ന് പോവുകയും ചെയ്തു. പെട്ടെന്ന് അടുത്ത് മൂന്നാം ഭാഗം, അതായത് ആട് 3 പാർട്ട് 2 ഒരു അനൗൺസ്മെൻറ്റും വന്നു. അപ്പോഴേക്കുമാണ് നമ്മൾ പടം കഴിഞ്ഞല്ലോ എന്ന് മനസ്സിലായത്. അതായത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വളരെ ഒരു ഫണ്ണായിട്ട് തന്നെ പോയി. ഇതിൽ എല്ലാവർക്കും അറിയുന്ന പോലെ 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 3 ടൈം ലൈനുണ്ട്. ഫ്യൂച്ചർ കുറച്ചുണ്ട്, പാസ്റ്റ് കാണിക്കുന്നുണ്ട്, പ്രസൻറ്റും കാണിക്കുന്നുണ്ട്. അതിൽ ഫ്യൂച്ചർ കുറച്ചേ ഉള്ളൂ. ഈ പാസ്റ്റ് ആയിരുന്നാലും പ്രസൻ്റ് ആയിരുന്നാലും സ്റ്റോറി ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ഈ 2 സമയത്തും ഈ 2 കാലഘട്ടത്തിലും നമുക്ക് ചിരിക്കാനുള്ളത് അതിൽ അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ചിരിക്കാൻ പറ്റും, മനസ്സറിഞ്ഞ് തന്നെ ചിരിക്കാൻ പറ്റും. അതിൽ യാതൊരുവിധ കോംപ്രമൈസും സിനിമ ചെയ്തിട്ടില്ല. അതായത് നമ്മളിപ്പോൾ 150 200 നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ചിരിക്കാൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. നല്ല പടമാണ്. ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്തും കണ്ട ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനെയൊക്കെ വെടിപ്പായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ കൊണ്ടുവന്ന് നിർത്തി കണ്ടോ ഫസ്റ്റിൽ കണ്ട ക്യാരക്ടർ അല്ലെങ്കിൽ സെക്കൻഡിൽ കണ്ട ക്യാരക്ടറിനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. ആ ക്യാരക്ടേഴ്സിന് ചെയ്യാനുള്ള സ്പേസും ഈ മൂന്നാം ഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ മൂന്നാം ഭാഗത്തിൻ്റെ പാർട്ട് 2 വരുമ്പോൾ അത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം എന്നാലേ ഈ കഥ അവസാനിക്കൂ. അയ്യോ ഇനി എന്താവും, അത്രയ്ക്കുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് പരിപാടി ചെയ്തു വെച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. ഒരു പക്ക സാധനം ക്ലൈമാക്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിർത്തിയിട്ടാണ് ആ പടം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗം വരാൻ വേണ്ടി സ്വാഭാവികമായിട്ടും തോന്നും. എനിക്ക് പേഴ്സണലി തോന്നി, അയ്യോ ഇതിപ്പോൾ തീർന്നു പോയല്ലോ, ഇതിൻ്റെ ബാക്കി കഥ എങ്ങനെ അറിയും നമ്മൾ, അങ്ങനെ തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗം ഒരു പാർട്ട് 2, അതായത് ആട് 3 പാർട്ട് 2 കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. പെട്ടെന്ന് വരട്ടെ. സ്ക്രിപ്റ്റൊക്കെ റെഡിയായി എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. അപ്പോൾ ബേസിക്കലി ഉടനെ ഷൂട്ടൊക്കെ കാണുമായിരിക്കും. ഈ സിനിമ വിജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അത്യാവശ്യം മലയാളത്തിൽ ഇറങ്ങിയ ഒരു കോമഡി പടം, നല്ല വർത്ത് വാച്ചായിട്ടുള്ളൊരു കോമഡി പടം തന്നെയാണ് ആട് 3. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. മനസ്സറിഞ്ഞ് ചിരിക്കാനുള്ള വകയൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. ഡിഫറെൻറ്റ് ടൈം ലൈൻസ് ഉണ്ടെങ്കിലും ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്ന ഓരോരോ പരിപാടികളും തമാശകളും പല ഇൻസിഡൻസും ഒക്കെ ആയിട്ട് കഥ ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ടക്ക് 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 എന്ന് പറഞ്ഞ സിനിമ പോകുന്നുണ്ട്. സോ എനിക്കിഷ്ടപ്പെട്ടു, നല്ല പടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടും, കണ്ടു നോക്കൂ. അപ്പോൾ ഇതാണ് ആട് 3 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. എൻ്റെ അടുത്തൊരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞാൽ എത്ര കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒരു 7.6 കൊടുക്കാം 10-ന്. അത്രയ്ക്കുള്ളതുകൊണ്ട് സാധനം. അപ്പോൾ ധൈര്യമായിട്ട് കണ്ടോളൂ. അതുപോലെ തന്നെ ടൈം ട്രാവലിംഗ് എലമെൻറ്റ്സ് ഒക്കെ പാഴായി പോവാതെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്, വെടിപ്പായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവതരിപ്പിച്ചതിൽ ഒരു പരാജയം നേരിട്ടിട്ടില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ടൈം ട്രാവൽ പരിപാടി എന്നതിലുപരി 2 ടൈം ലൈൻ കാണിച്ച സംഭവം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. നല്ല പടമാണ്, കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.